തമിഴ്നാട്ടിലെ സേലത്തിനടുത്തുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ് ഏർക്കാട്. പൂർ മാൻസ് ഊട്ടി എന്നുള്ള പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇത് ഒരു ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് ടൂറിസ്റ്റുകൾ വരവും പോക്കുള്ള ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ ഏർക്കാടോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ കുറേ ഹെയർ പിൻ ബെൻഡും കാര്യങ്ങളൊക്കെ കയറിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ആ ഒരു റോഡ് അത്യാവശ്യം സ്റ്റീപ്പാണ്, അതേപോലെ തന്നെ അത്യാവശ്യം ഡേഞ്ചറസ് ആണ്. ഒരുപാടധികം ആക്സിഡൻസും കാര്യങ്ങളൊക്കെ അവിടെ നടക്കാറുണ്ട്. ആ പല ആക്സിഡൻസിലും ആളുകളുടെ ജീവൻ വരെ നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. അന്ന് കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ 25, 2025 ക്രിസ്മസിന്റെ അന്നാണ് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. അവിടെയുള്ള പോലീസ് സ്റ്റേഷനിലോട്ട് ഷൺമുഖൻ എന്ന് പറയുന്ന ഒരാൾ കയറി ചെല്ലുകയായിരുന്നു. ആളുടെ മുഖത്ത് വല്ലാത്ത രീതിയിലുള്ള ഒരു പരിഭ്രമം ഉണ്ടായിരുന്നു. ആള് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു എത്തിയത്. അപ്പോൾ പോലീസുകാർ ആളുടെ അടുത്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഷൺമുഖൻ എന്നായിരുന്നു ആളുടെ പേര്. 27 വയസ്സായിരുന്നു ആളുടെ പ്രായം. ആള് ഒരു ലോറി ഡ്രൈവർ ആയിരുന്നു. അതായത് ഓൾ ഇന്ത്യ പെർമിറ്റുള്ള ലോറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആൾ ഓടിച്ചുകൊണ്ടിരുന്നിരുന്നത്. ആളുടെ സ്വന്തം വണ്ടിയൊന്നുമല്ല, മുതലാളിയുടെ വണ്ടി ആൾ ഓടിക്കും. അതായത് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ ഓട്ടം ഉണ്ടാവും. ഏകദേശം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ആൾ തിരിച്ചെത്തുക. ആളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സുമതി എന്നായിരുന്നു ആളുടെ വൈഫിന്റെ പേര്. 24 വയസ്സായിരുന്നു അവരുടെ പ്രായം. കംപ്ലൈന്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഡിസംബർ 21 ആള് ഒരു ഓട്ടായിട്ട് പോയതായിരുന്നു. അതിനുശേഷമുള്ള 2 ദിവസങ്ങളും ആളുടെ വൈഫിനായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ 23-ാം തീയതിക്ക് ശേഷം ആളുടെ വൈഫിന്റെ അടുത്ത് നിന്ന് യാതൊരു കോളും ആൾക്ക് വന്നില്ല. ആള് വിളിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കോള് കണക്റ്റ് ആവുന്നുമില്ല. അപ്പോൾ അതിൽ ആൾ കുറച്ച് പാനിക് ആവുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാതെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്ന ഒരു സ്വഭാവമുള്ള സ്ത്രീയൊന്നുമല്ല ആളുടെ വൈഫ്. അതേപോലെ തന്നെ അവർ ഇപ്പോൾ അവരുടെ സ്വന്തം വീട് നാമക്കലാണ്, അങ്ങോട്ട് പോകാന്നുണ്ടെങ്കിലും പറഞ്ഞിട്ടാണ് പോവാറുള്ളത്. അപ്പോൾ എന്താണ് വൈഫിന് പറ്റിയത് എന്നുള്ളൊരു പേടി അയാൾക്ക് ഉണ്ടാവുകയാണ്. അപ്പോൾ ആൾ നൈബേഴ്സിനൊക്കെ വിളിച്ച് പറയാണ് വൈഫിനെ കുറിച്ച് യാതൊരു അഡ്രസ്സും ഇല്ല, നിങ്ങളൊന്ന് പോയി നോക്കാനായിട്ട് പറയാണ്. നൈബേഴ്സ് നേരെ ചെന്ന് ആ ഒരു വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ വീടിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ ലോക്കായിരുന്നു. ആ ഒരു വിവരം ഇയാളെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഇയാൾ വീണ്ടും പാനിക് ആവുന്ന ഒരു സിറ്റുവേഷനിലോട്ടായിരുന്നു കാര്യങ്ങൾ എത്തിയത്. സോ വൈഫിനെ കാണാത്തത് കൊണ്ട് തന്നെ ഇയാൾ 24-ാം തീയതി തിരിച്ച് ഏർക്കാടോട്ട് എത്തുകയാണ്. ആളവിടെ കംപ്ലീറ്റ് ആയിട്ട് ആളുടെ വൈഫിനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. എന്നാൽ 2-3 ദിവസമായിട്ട് ആളുടെ വൈഫിനെ ആരും തന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വൈഫിൻ്റെ വീട്ടിലോട്ടും ആൾ വിളിച്ച് അന്വേഷിച്ചു. അതേപോലെ തന്നെ വൈഫിൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് അന്വേഷിച്ചു. ആളുടെ റിലേറ്റീവ്സിനെ വിളിച്ച് അന്വേഷിച്ചു. എവിടെയൊക്കെ എങ്ങനെയൊക്കെ അന്വേഷിച്ചിട്ടും സുമതി എങ്ങോട്ടാണ് പോയെന്നുള്ളതിനെ കുറിച്ചിട്ട് യാതൊരു ക്ലൂവും കണ്ടെത്താനായിട്ട് ഇയാളെ കൊണ്ട് സാധിച്ചില്ല. അങ്ങനെയാണ് ആൾ പോലീസ് സ്റ്റേഷനിൽ ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നതും 25-ാം തീയതി ഇതേപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് കൊടുക്കുന്നതും. അപ്പോൾ പോലീസുകാർ ഇയാളുടെ അടുത്ത് ഇയാളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞല്ലോ. അതേപോലെ തന്നെ വൈഫിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് മിസ്സിംഗ് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം ഇയാളുടെ അടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങളൊരു ലോറി ഡ്രൈവറാണ്, സ്ഥിരമായിട്ട് വീട്ടിൽ ഉണ്ടാകാത്ത ഒരാളാണ്. അപ്പോൾ നിങ്ങളുടെ വൈഫാണെന്നുണ്ടെങ്കിൽ വളരെ യങ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവർക്ക് വേറെ ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും ഒരു അഫെയർ ഉണ്ടായിരുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു ആളുടെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ ആൾ പറഞ്ഞു ഇല്ല, എൻ്റെ വൈഫിന് അങ്ങനെ ഒന്നും ഇല്ല എന്നുള്ളൊരു രീതിയിൽ ആൾ തീർത്ത് പറയുമായിരുന്നു. അപ്പം അതിൻ്റെ ഒരു കാരണം ചോദിച്ചപ്പോൾ താനും തൻ്റെ വൈഫും പ്രണയിച്ച് വിവാഹം കഴിച്ചിരുന്നവരാണെന്നും ഇപ്പോഴും ആ ഒരു പ്രണയത്തിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നതെന്നുള്ള തരത്തിലായിരുന്നു ആളുടെ മറുപടി. ഇവർ രണ്ടുപേരും കൊല്ലി ഹിൽസിലെ മട്ടേല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു ആദ്യം മീറ്റ് ചെയ്തത്. ഈ ഷൺമുഖൻ ലോറിയുമായിട്ട് ഒരു ഓട്ടത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതായിരുന്നു. അപ്പോഴാണ് സുമതിയെ ആദ്യമായിട്ട് കാണുന്നത്. ആദ്യത്തെ ആ ഒരു പരിചയത്തിൽ തന്നെ അവർ നല്ല കമ്പനി ആവാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുമ്പോൾ ആ ഒരു സ്ത്രീയെ ഇയാൾ സ്ഥിരമായിട്ട് കാണാറുണ്ടായിരുന്നു. പതിയെ പതിയെ ആ പരിചയം ഒരു പ്രണയമായിട്ട് മാറുകയാണ്. അതിനുശേഷം ഇവർ രണ്ടുപേരും ഈ ഒരു പ്രണയത്തിൻ്റെ കാര്യം അവരുടെ രണ്ടുപേരുടെയും വീട്ടിൽ സംസാരിക്കുകയാണ്. അങ്ങനെ വീട്ടുകാരും സമ്മതിച്ചതിന് ശേഷമാണ് അവർ ഒരു വിവാഹത്തിനായിട്ട് മുതിരുന്നതും അതിനുശേഷം വിവാഹം കഴിക്കുന്നതും. വിവാഹത്തിന് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും വലിയ കലാപമൊന്നും ഇല്ലാതെ തന്നെയായിരുന്നു ഇവരുടെ ലൈഫും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. അതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് തന്നെ ഒരു ദിവസം ഈ ഒരു സ്ത്രീ മിസ്സിംഗ് ആവുന്നത്. അപ്പോൾ എന്താണ് സുമതിക്ക് സംഭവിച്ചത്? അന്നത്തെ ദിവസം അവർ വീട് പൂട്ടിയിട്ട് എങ്ങോട്ടാണ് പോയത്? പോലീസുകാർ ഈ ഒരു കേസ് എങ്ങനെയാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്? അവർക്ക് ആ ഒരു സുമതിയെ കണ്ടെത്താനായിട്ട് സാധിച്ചോ? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. അങ്ങനെ കംപ്ലൈൻ്റ് ഒക്കെ എഴുതി വാങ്ങിയ ശേഷം ഷൺമുഖനോട് വീട്ടിലോട്ട് പോയിക്കോളാനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ പറയുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങോട്ട് വരും എന്നുള്ള കാര്യം കൂടെ അവർ കൂട്ടിച്ചേർക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം, അതായത് ഡിസംബർ 26-ാം തീയതി 2 പോലീസ് ഉദ്യോഗസ്ഥർ നേരെ ഷൺമുഖൻ താമസിക്കുന്ന വീട്ടിലോട്ട് എത്തുകയാണ്.
അവർ ആ ഒരു റൂമും കാര്യങ്ങളും എല്ലാം പരിശോധിക്കുകയാണ്, എന്തെങ്കിലും ക്ലൂവോ കാര്യങ്ങളോ കിട്ടുമോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. അവരവിടെ അങ്ങനെ പരിശോധിച്ചിട്ട് അവർക്ക് സംശയിക്കത്തക്കതായിട്ടുള്ള രീതിയിലൊന്നും കിട്ടിയില്ല. എന്നാലും അവർ നോട്ട് ചെയ്തൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സുമതി അവരുടെ ഓർണമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും മുഴുവനായിട്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എവിടേക്കെങ്കിലും ഓടിപ്പോവാന്നുണ്ടെങ്കിൽ ഒരു ബാഗെങ്കിലും പാക്ക് ചെയ്ത് കൊണ്ടുപോകണ്ടേ, അത്തരത്തിലുള്ള ഒന്നും തന്നെ അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോലീസിന് വേറൊരു സംശയം കൂടെ തോന്നുകയാണ്. ഇനിയിപ്പോൾ ഈ ഒരു ഷൺമുഖൻ തന്നെ സുമതിയെ അപായപ്പെടുത്തിയിട്ട് ഇത്തരത്തിലുള്ളൊരു ഡ്രാമ കളിക്കുന്നതാണോ? വൈഫിനെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ഡ്രാമ കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എളുപ്പത്തിൽ ഊരിപ്പോരാൻ പറ്റുമെന്ന് കരുതിയിട്ട് ഇയാൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് വൈഫിനെ കൊന്നതാണോ എന്നുള്ളൊരു ഡൗട്ടും പോലീസിന് ആ സമയത്ത് ഉണ്ടാവുകയാണ്. അങ്ങനെ ഷൺമുഖനെ കുറിച്ച് കൂടുതലായിട്ട് പോലീസുകാർ അന്വേഷിക്കുകയാണ്. നൈബേഴ്സിൻ്റെയും മറ്റൊക്കെ അടുത്ത് അന്വേഷിച്ചപ്പോൾ ആളൊരു ലോറി ഡ്രൈവറാണ്, മര്യാദക്ക് കുടുംബം നോക്കുന്ന ഒരാളൊക്കെയാണ്, അയാൾ ഇത്തരത്തിലുള്ളൊരു കാര്യം ഒന്നും ചെയ്യില്ല എന്നുള്ള തരത്തിലുള്ളൊരു മറുപടി ആയിരുന്നു പോലീസിന് ലഭിച്ചത്. പിന്നെ അയാളെ പലതരത്തിൽ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴും ആള് സത്യം പറയാത്തതായിട്ട് പോലീസിന് ഫീൽ ചെയ്തില്ല. ആള് പറയുന്നതൊക്കെ സത്യമാണെന്നുള്ള ഒരു രീതിയിലുള്ള ഒരു തോട്ടിലോട്ട് തന്നെയായിരുന്നു പോലീസുകാരെത്തിയത്. അങ്ങനെ അടുത്തതായിട്ട് സുമതിയുടെ ഫോൺ ഡീറ്റെയിൽസും മറ്റും പരിശോധിക്കാനായിട്ട് പോലീസുകാർ തീരുമാനിക്കുകയാണ്. അവരുടെ അവസാനത്തെ നോൺ ലൊക്കേഷൻ എന്തായിരുന്നു, അതേപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വല്ല സസ്പീഷ്യസ് ആയിട്ടുള്ള കോൾസോ കാര്യങ്ങളോ അവർക്ക് വരുന്നുണ്ടോ, അവർക്ക് വേറെ ആരെങ്കിലുമായിട്ടുള്ള അഫെയറോ കാര്യങ്ങളോ ഉണ്ടോ, അവരാരെങ്കിലും അപായപ്പെടുത്തിയതാണോ, അല്ല എന്നുണ്ടെങ്കിൽ ഇവർ വേറെ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി പോയതാണോ, തുടങ്ങിയിട്ടുള്ള സംശയങ്ങളെല്ലാം തന്നെ പോലീസിന് ഉണ്ടായിരുന്നല്ലോ. സോ ഈ ഒരു ഫോൺ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ലീഡ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു പോലീസുകാർ ഫോൺ ഡീറ്റെയിൽസ് പരിശോധിക്കാനായിട്ട് തീരുമാനിച്ചത്. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു, അതായത് ഡിസംബർ 27-ാം തീയതിയായി. അന്നത്തെ ദിവസം നമ്മുടെ ഷൺമുഖന് ഒരു പാഴ്സൽ ലഭിക്കുകയാണ്. സുമതിയുടെ കയ്യിൽ നിന്ന് വന്ന പാഴ്സലായിരുന്നു കേട്ടോ അത്. ആ ഒരു പാഴ്സൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആൾക്ക് വല്ലാത്ത രീതിയിലുള്ളൊരു ഭയം ഉണ്ടാവുകയാണ്. അതായത് ഇത്തരത്തിൽ ഒരാളെ കാണാതായി പെട്ടെന്നുകൊണ്ട് തന്നെ ഒരു പാഴ്സൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തുറന്നു കഴിഞ്ഞാൽ പല സിനിമകളിലും പല കേസുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെ ബോഡി പാർട്സ് എന്തെങ്കിലും ആയിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഡ്രസ്സ് എന്തെങ്കിലും ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പോൾ ആ ഒരു ഭയത്തോടും വെപ്രാളത്തോടും കൂടിയിട്ട് തന്നെയായിരുന്നു ആള് ആ ഒരു പാഴ്സൽ തുറന്നത്. അത് തുറന്നപ്പോൾ അതിലും ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. വേറൊന്നുമല്ല, സുമതിയുടെ താലിമാലയായിരുന്നു. യെസ്, ഈ ഒരു ഷൺമുഖൻ സുമതിയുടെ കഴുത്തിൽ കെട്ടിയ താലിമാലയായിരുന്നു സുമതി തിരിച്ച് അയാൾക്ക് പാഴ്സലായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായത്. പിന്നെ ഈ ഒരു പാഴ്സൽ കൊണ്ടുവന്നത് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെങ്കിടേഷ് എന്ന് പറയുന്ന 23 വയസ്സുള്ള ഒരു പയ്യനായിരുന്നു ഈ പാഴ്സൽ കൊണ്ടിങ്ങായിട്ട് ഈ ഒരു ഷൺമുഖന് കൊടുത്തിട്ടുണ്ടായത്. ഈ വെങ്കിടേഷിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ നാട്ടിൽ തന്നെയുള്ള ഒരു പയ്യനാണ്. കുറച്ച് തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ അല്ലറ ചില്ലറ ജോലികളൊക്കെ ആൾ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആളുടേത്. ഇപ്പോൾ ഈ ഒരു വെങ്കിടേഷ് സുമതിയെക്കുറിച്ചും കേട്ട് സുമതി ചേച്ചി എന്നുള്ളൊരു നിലയ്ക്ക് തന്നെയായിരുന്നു ഈ ഷൺമുഖൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നത്. സുമതി ചേച്ചി വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു സേലത്ത് നിന്ന് ബസ്സിൽ ഈ ഒരു പാഴ്സൽ വരുന്നുണ്ടെന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ആ ഒരു പാഴ്സൽ കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊണ്ട് തന്നത്, ഹസ്ബൻഡിൻ്റെ അടുത്ത് കൊടുക്കാനായിട്ടായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ ഇയാൾ പറയാണ്. അതായത് നമുക്കറിയാം, നമ്മളാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും പാഴ്സലോ കാര്യങ്ങളോ ഒക്കെ കൊടുത്തു വിടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു റൂട്ടിൽ പോകുന്ന ബസ്സിൽ കൊടുത്തു വിടും. അപ്പോൾ അപ്പുറത്തുനിന്നുള്ള ആൾ കളക്ട് ചെയ്യും. അതേപോലെ തന്നെ സേലത്തു നിന്ന് വന്നൊരു ബസ്സിൽ സുമതി അവിടെ നിന്ന് കൊടുത്തു വിട്ട ആ ഒരു പാഴ്സലാണ് വെങ്കിടേഷ് ഇവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് നേരെ ഈ ഒരു ഷൺമുഖന് കൊണ്ട് കൊടുത്തിട്ടുണ്ടായത്. എന്നാലും ഇതിൽ എന്തൊക്കെയോ ഒരു കണക്ഷൻ ഇല്ലാത്തതായിട്ട് ഇയാൾക്ക് ഫീൽ ചെയ്യാണ്. അതായത് എന്തിന് സുമതി ഇങ്ങനെയുള്ളൊരു പാഴ്സൽ ഈ ഒരു വെങ്കിടേഷിനെ വിളിച്ചു കൊടുക്കണം? അപ്പോൾ വെങ്കിടേഷ് എപ്പോഴും സുമതി ചേച്ചി എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇയാളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നത്. അതായത് നിങ്ങളിവിടെ ഇല്ലാത്ത സമയങ്ങളിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാറുണ്ടായിരുന്നു, അങ്ങനെ ഞാൻ പല ഹെൽപ്പുകളും ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു, എനിക്ക് എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെയാണ്, അങ്ങനെയുള്ളൊരു ടോക്കായിരുന്നു ഈ ഒരു വെങ്കിടേഷിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എന്നാൽ ഇയാൾ ആലോചിക്കുന്ന ആ ഒരു സമയത്ത് സുമതി ഒരിക്കലും ഈ ഒരു വെങ്കിടേഷിൻ്റെ പേര് ഇയാളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തൊക്കെയോ ഒരു പന്തികേട് ആൾക്ക് ഫീൽ ചെയ്യാണ്. അതേപോലെ തന്നെ പിന്നെയും കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സുമതിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ആൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഷൺമുഖനെ വിളിക്കാതെ സുമതി നേരെ തന്നെ ഈ ഒരു വെങ്കിടേഷിനെ വിളിച്ച് പാഴ്സലിൻ്റെ കാര്യം പറഞ്ഞു എന്നുള്ളതും ആൾക്ക് ഒരു സംശയം ഉളവാക്കുന്ന കാര്യം തന്നെയായിരുന്നു. അങ്ങനെ ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നേരെ തന്നെ ആ ഒരു പാഴ്സൽ കൊടുത്ത് ആൾ പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയാണ്. എന്നിട്ട് ഇത്തരത്തിലുള്ള സംശയങ്ങളെല്ലാം തന്നെ ആൾ പോലീസിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. എന്നാൽ ഈ ഒരു താലിമാലയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ആദ്യം പോലീസിന് തോന്നിയത് ഓക്കെ, ഇയാളെ താല്പര്യമില്ലാതെ സുമതി വേറെ ആരെങ്കിലും കൂടെ പോയിട്ടുണ്ടാവും, എന്നിട്ട് ഇനിയിപ്പോൾ ഞാനും നീയും തമ്മിലൊരു ബന്ധമില്ല എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ താലി ഒരുങ്ങിയിട്ട് പാഴ്സൽ ചെയ്തതായിരിക്കും എന്നുള്ളതായിരുന്നു.
എന്നാലും ഇനിയിപ്പോൾ ഇയാൾ പറയുന്നത് പോലെ വെങ്കിടേഷിന് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളൊരു സംശയം പോലീസിന് ഉണ്ടായിരുന്നു. അങ്ങനെ ആൾ ഒഫീഷ്യലായിട്ട് വെങ്കിടേഷിൻ്റെ മേൽ ആൾക്ക് സംശയം ഉണ്ടെന്നുള്ള രീതിയിലൊരു കംപ്ലയിൻറ്റ് കൊടുക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മളുടെ സൈബർ ടീമിൻ്റെ റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സുമതി കണ്ടിന്യൂസ് ആയിട്ട് ഒരു നമ്പറിലോട്ട് മണിക്കൂറുകളോളം സംസാരിച്ചതിൻ്റെ റെക്കോർഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു നമ്പർ ആരുടേതാണെന്ന് പരിശോധിച്ചപ്പോൾ അത് മറ്റാരുടെയും ആയിരുന്നില്ല, വെങ്കിടേഷിൻ്റേത് തന്നെയായിരുന്നു. കാര്യങ്ങൾ ഇത്രത്തോളമൊക്കെ ആയപ്പോൾ വെങ്കിടേഷിന് ഈ ഒരു സുമതിയുടെ തിരോധാനവുമായിട്ട് എന്തൊക്കെയോ ഒരു ബന്ധമുണ്ടെന്നുള്ളത് പോലീസുകാർക്ക് തോന്നുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരെ തന്നെ വെങ്കിടേഷിൻ്റെ വീട്ടിൽ പോയിട്ട് സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളെ കസ്റ്റഡിയിലെടുക്കുകയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ ആദ്യഘട്ടത്തിൽ ആളെ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടും ആൾ ഒന്നും തന്നെ വിട്ടു പറയുന്നുണ്ടായിരുന്നില്ല. ആൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എനിക്കൊരു കോള് വന്നു, സേലത്ത് നിന്ന് സുമതി ചേച്ചിയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു പാഴ്സൽ ബസ്സിൽ കൊടുത്തു വിടുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാനിപ്പുറത്ത് നിന്ന് ആ ഒരു പാഴ്സൽ വാങ്ങിയിട്ട് അവരുടെ ഹസ്ബൻഡിന് കൊടുത്തു. ഇപ്പോൾ സുമതി ചേച്ചി എന്നെ വിളിക്കാറുണ്ട്, സ്ഥിരമായിട്ട് വിളിക്കുന്ന ഒരാൾ തന്നെയാണ്. എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനാണ് അവർക്ക് ചെയ്തു കൊടുക്കാറുള്ളത്, നിങ്ങൾ ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കിക്കോ എന്നുള്ളൊരു രീതിയിൽ തന്നെയായിരുന്നു ആൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ പോലീസുകാർ ആളുടെ അടുത്ത് ചോദിച്ചു, ഓക്കെ ഒരു ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചോദിക്കാനാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിനാണെന്നുണ്ടെങ്കിലും കുറച്ച് മിനിറ്റുകൾ സംസാരിക്കാം, പക്ഷെ നിങ്ങൾ മണിക്കൂറുകളോളം സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവർ മെൻ്റലി എന്തെങ്കിലും ലോ ആയിട്ടിരിക്കുന്ന സമയത്ത്, അതേപോലെ തന്നെ ഒരു മോട്ടിവേഷൻ ഇല്ലാത്ത സമയത്തൊക്കെ എന്നെ വിളിക്കും. അപ്പോൾ ഞാനുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു എനർജി ഇട്ട് ഒരു മോട്ടിവേഷൻ ലഭിക്കുമെന്നാണ് അവർ എൻ്റെ അടുത്ത് പറയാറ്. എനിക്ക് എൻ്റെ സ്വന്തം സിസ്റ്ററിനെ പോലെ ആയതുകൊണ്ട് തന്നെ ഞാൻ അവരെ നന്നായിട്ട് എൻകറേജ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഡ്യൂറേഷനുള്ള കോൾസും കാര്യങ്ങളൊക്കെ വന്നതെന്നുള്ള തരത്തിലാണ് ആൾ മറുപടി പറഞ്ഞത്. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥർ ആളുടെ ഫോണിൽ നിന്നും അതേപോലെ തന്നെ എന്താ പറയുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സുമതിയുമായിട്ടുള്ള ചാറ്റും കാര്യങ്ങളും എല്ലാം തന്നെ റിക്കവർ ചെയ്തെടുത്തപ്പോൾ ഇവർ തമ്മിൽ ജസ്റ്റ് ഒരു ബ്രദർ സിസ്റ്റർ റിലേഷൻ അല്ല, അതിൻ്റെ അപ്പുറത്ത് വേറൊരു റിലേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ പോലീസുകാർ ഈ ചാറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ആളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഓക്കെ നിൻ്റെ സിസ്റ്ററിനെ പോലെ ആണെന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ ചാറ്റ് ചെയ്യില്ലല്ലോ, ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്തൊക്കെ ഫാൻറ്റസി സംസാരിച്ചിട്ടുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട്, നീ ഇനി കൂടുതലായിട്ട് മറച്ചു വെച്ചിട്ടൊന്നൊരു കാര്യമില്ല, ഉള്ള സത്യം പറയാനായിട്ട് പറഞ്ഞു. അങ്ങനെയാണ് ആളും സുമതിയും തമ്മിൽ ഒരു അഫെയർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ആൾ സമ്മതിക്കുന്നത്. എന്നാലും സുമതിയുടെ തിരോധാനവും താനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ആൾ ഉറച്ചു നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇവരുടെ സംസാരത്തിൻ്റെയും അതേപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ സോഷ്യൽ മീഡിയ ത്രൂ ആയിരുന്നു ഇവർ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അതിനുശേഷം ആസ് ഫ്രണ്ട്സ് ഇവർ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ ഒരേ നാട്ടിലുള്ള ആളുകളാണ്, അത് മാർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഇയാൾ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചതും അതേപോലെ തന്നെ അവരുമായിട്ട് കമ്പനി ആയിട്ടുണ്ടായിരുന്നതും. അപ്പോൾ ആദ്യത്തെ ആ ഒരു സമയത്ത് ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് പോയിരുന്നത് പിന്നെ വേറൊരു തരത്തിലോട്ട് ആ ഒരു ബന്ധം വഴിമാറാണ്. അതിനുശേഷം ഈ ഒരു എന്താ പറയുക വെങ്കിടേഷ് ഇടയ്ക്കിടയ്ക്ക് അവരെ മീറ്റ് ചെയ്യാറുണ്ടായിരുന്നു. എന്നാലും ഈ ഒരു ഇൻസിഡൻറ്റും തനിക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഇതേപോലെ തന്നെ സുമതി ചേച്ചിയാണ് എൻ്റെ അടുത്ത് പാഴ്സലിൻ്റെ കാര്യം പറഞ്ഞതെന്നുള്ള കാര്യം തന്നെയായിരുന്നു ആൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഒരു സൈഡിൽ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഏർക്കാട് കുപ്പന്നൂർ ഘാട്ട് റോഡിൻ്റെ അവിടെ നിന്നുള്ള ലോക്കൽസ് അവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോട്ട് ഒരു കംപ്ലൈൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വിളിക്കുന്നത്. അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 300-400 അടി താഴ്ചയുള്ളൊരു കൊക്കയുണ്ട്. അപ്പോൾ അവിടുന്ന് എന്തോ ഒരു ഫൗൾ സ്മെല്ല് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ ലോക്കൽസ് പോലീസിനെ വിവരം അറിയിച്ചത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ അവിടെ നിന്ന് ചാടാനുള്ള സാധ്യതയുണ്ട് ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ വല്ല ബോഡിയൊക്കെ ഡംപ് ചെയ്യാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ലോക്കൽസ് പോലീസിനെ വിവരം അറിയിച്ചത്. അങ്ങനെ അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നേരെ അങ്ങോട്ടെത്താണ്. അവർ നോക്കിയപ്പോഴും നല്ല ഫൗൾ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാൽ അതൊരു കൊക്കയായതുകൊണ്ട് തന്നെ പെട്ടെന്നുകൊണ്ട് ഇറങ്ങാനായിട്ട് സാധിക്കില്ല. അങ്ങനെ പോലീസ് ടീമും ഫയർഫോഴ്സിനെ വിളിക്കുകയാണ്. എന്നിട്ട് ഫയർഫോഴ്സിൻ്റെ ലോക്കൽസിൻ്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് താഴത്ത് ഇറങ്ങി നോക്കുകയാണ്. അപ്പോൾ ഫയർഫോഴ്സ് അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു ചാക്ക് കിടക്കുന്നുണ്ട്. ആ ഒരു ചാക്കിൻ്റെ ഉള്ളിൽ നിന്നാണ് സ്മെല്ല് വരുന്നത്. അങ്ങനെ ആ ഒരു ചാക്ക് കെട്ടിയിട്ട് നേരെ മുകളിലോട്ട് കൊണ്ടുവരായിരുന്നു. എന്നിട്ട് ആ ഒരു ചാക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ ഒരു കാഴ്ച കാണുന്നത്. അത് ഒരു സ്ത്രീയുടെ അഴുകിത്തുടങ്ങിയ നിലയിലുള്ളൊരു മൃതദേഹമായിരുന്നു. ഏകദേശം 20-25 ഇടയിൽ പ്രായം കാണും അവർക്ക്. അങ്ങനെ പോലീസുകാർ ചുറ്റുള്ള വല്ല സ്റ്റേഷനുകളിൽ നിന്നും വല്ല മിസ്സിംഗ് കംപ്ലയിൻറ്റോ കാര്യങ്ങളോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നോക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഒരു ബോഡിയും കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് ഹോസ്പിറ്റലിലോട്ട് അയക്കുകയും ചെയ്തു. അപ്പോൾ പോലീസുകാരിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് സുമതി എന്ന് പറയുന്ന ഒരു സ്ത്രീ മിസ്സിംഗ് ആയതിൻ്റെ കംപ്ലയിൻറ്റ് കാര്യങ്ങൾ അവരുടെ ഹസ്ബൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ഫോട്ടോയും ഈ ഒരു ബോഡിയും മാച്ച് ചെയ്ത് നോക്കിയപ്പോൾ അത് കറക്റ്റായിട്ട് മാച്ച് ആവുകയും ചെയ്തു. അപ്പോൾ ഇതൊരു സുമതിയുടെ ബോഡിയാണെന്നുള്ളത് ഇവിടുത്തെ പോലീസുകാർ കൺഫേം ചെയ്യുകയാണ്. അതിനുശേഷം മറ്റേ സ്റ്റേഷനിലോട്ട് വിളിച്ചു പറയുകയാണ്. അപ്പോൾ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു കാര്യം മനസ്സിലായി. ഇത്രയും നേരം അവർ സുമതി കാണാതായ ഒരു മിസ്സിംഗ് കേസാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ അതൊരു മർഡർ കേസായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ
ആ ഒരു കേസിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയൊക്കെ ഒരു വെങ്കടേഷിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടും ആൾ ഒന്നും വിട്ടു പറയുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു ഷൺമുഖൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ആൾക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഒരു വെങ്കടേഷിന് ഇതിനും തമ്മിൽ നല്ല ബന്ധമുണ്ടെന്നുള്ളത് പോലീസുകാർക്ക് അപ്പോഴത്തേനും തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനത്തെ ഇവരുടെ GPS സിഗ്നലും കാര്യങ്ങളൊക്കെ എവിടെ ആയിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഇങ്ങായിട്ട് പോലീസുകാർ പിന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു കോഫി പ്ലാന്റേഷൻ്റെ അകത്തായിരുന്നു ലാസ്റ്റ് ഇവരുടെ ഫോൺ സ്വിച്ച് ഓൺ ആയിരുന്നത് എന്നുള്ള കാര്യം പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചു. അപ്പോൾ അടുത്തതായിട്ട് ആരുടേതാണ് ഈ ഒരു കോഫി പ്ലാന്റേഷൻ എന്നുള്ളത് പോലീസുകാർ അന്വേഷിക്കുകയാണ്. അത് വേറെ ആരുടേതും ആയിരുന്നില്ല, വെങ്കടേഷിൻ്റെ തന്നെയായിരുന്നു. ഈ തെളിവുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ അയാളെ വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യാണ്. അവസാനം പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കാതെ ആൾ ലാസ്റ്റ് സത്യം തുറന്നു പറയുകയായിരുന്നു. താനാണ് സുമതിയെ കൊലപ്പെടുത്തിയത് എന്നുള്ളൊരു സത്യം ആൾ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അടുത്തതായിട്ട് പോലീസുകാർ എന്തിനാണ് നീ ചെയ്തത്, എങ്ങനെയാണ് ഇത് ചെയ്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആളുടെ അടുത്ത് ചോദിക്കുകയായിരുന്നു. അങ്ങനെ വെങ്കടേഷ് കഥ പറഞ്ഞു തുടങ്ങി. ഈ ഷൺമുഖൻ സുമതി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അയാൾക്ക് അറിയായിരുന്നു. അതേപോലെ തന്നെ ഷൺമുഖൻ ലോറി ഡ്രൈവറാണ്, മിക്കവാറും സമയത്ത് ആൾ വീട്ടിലുണ്ടാവാറില്ല എന്നുള്ള കാര്യം കൂടെ ഇയാൾക്ക് അറിയായിരുന്നു. അപ്പോൾ സുമതിക്ക് എന്തെങ്കിലും നീഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കറക്റ്റായിട്ട് ട്യൂൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വഴിക്ക് വരും എന്നുള്ളൊരു തോട്ടിൽ തന്നെയായിരുന്നു ആൾ സുമതിയെ അപ്രോച്ച് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. ഇനിയിപ്പോൾ സുമതിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരു ലോറി ഡ്രൈവറെയാണ് കല്യാണം കഴിച്ചത്. ഇത് അറിഞ്ഞിട്ട് തന്നെയായിരിക്കും കല്യാണം കഴിച്ചിട്ടുണ്ടാവുക, കാരണം അവർ പ്രണയിച്ചിട്ടായിരുന്നല്ലോ വിവാഹം കഴിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള ഡ്രൈവർ ജോബും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും വീട്ടിലൊന്നും ഉണ്ടാവില്ല. പല സമയത്തും ആൾ പുറത്തായിരിക്കും, ഇടക്കിടക്കായിരിക്കും വീട്ടിൽ വരുന്നത്. അങ്ങനെ വീട്ടിലിരുന്ന് അവരാകെപ്പാടെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു ടൈമിലാണ് കറക്റ്റായിട്ട് ഈ ഒരു വെങ്കടേഷ് സോഷ്യൽ മീഡിയ ത്രൂ ഇവരെ അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെ അവർ ഫ്രണ്ട്സായി ചാറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ പല പല കാര്യങ്ങൾ, നാട്ടിലത്തെ കാര്യങ്ങളെക്കുറിച്ചും അതിനെക്കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അതിനുശേഷം ഇവർ മീറ്റ് ചെയ്ത് ഇവർ നല്ല രീതിയിൽ ഫ്രണ്ട്സായി. പിന്നീട് ഈ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ പതിയെ റൂട്ട് മാറായിരുന്നു. അങ്ങനെ അവർക്കിടയിൽ വേറൊരു തരത്തിലുള്ളൊരു ബന്ധം ഉടലെടുക്കുകയാണ്. പിന്നീട് ഈ ഒരു ഷൺമുഖനില്ലാത്ത സമയങ്ങളിലൊക്കെ ഈ വെങ്കടേഷും സുമതിയും കാണാറുണ്ടായിരുന്നു. അവർ വീടിൻ്റെ അകത്ത് വെച്ചിട്ടൊന്നും കണ്ടിരുന്നില്ല. ഏർക്കാട് എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു ഏരിയ ആണ്. ഒരുപാടധികം എന്താ പറയുക, ഒളിഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഒരു ഹിൽ സ്റ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഓൾറെഡി അവിടെ ജനിച്ചു വളർന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കുറേ റിമോട്ട് ഏരിയാസ് അറിയായിരിക്കും, ആരും അധികം വരാത്ത ഏരിയാസും കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. അങ്ങനെ അവരവരുടെ രഹസ്യമായിട്ടുള്ള ടൈംസും കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്തിരുന്നത് അത്തരത്തിലുള്ള ഏരിയാസിലും മറ്റുമൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ വെങ്കടേഷിൻ്റെ നീഡ് ജസ്റ്റ് ഫിസിക്കലായിരുന്നുണ്ടായിരുന്നെങ്കിലും പിന്നീട് ആൾ കൂടുതലായിട്ട് ആ ഒരു സ്ത്രീയുമായിട്ട് അടുക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഷൺമുഖനെ ഡിവോഴ്സ് ചെയ്തിട്ട് തൻ്റെ കൂടെ വരും, തനിക്കും അവർക്കും കല്യാണം കഴിച്ചൊരു ജീവിതം ഉണ്ടാവും എന്നുള്ളൊരു തോട്ടിലായിരുന്നു ആൾ പിന്നീട് ആ ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്തത്. അതിൻ്റെ ഇടയിൽ ഇവർക്ക് വേണ്ടുന്ന ഒരുപാടധികം സാധനങ്ങൾ ആൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ടായിരുന്നു, പൈസ ആയിട്ടും കൊടുക്കാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം ഒരു വർഷത്തിനടുത്തുള്ളവരുടെ റിലേഷൻഷിപ്പിൽ 1,00,000 രൂപ മേലെ ആൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നതായിട്ടാണ് പറയുന്നത് ഈ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട്. അങ്ങനെ വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഷൺമുഖനോ നാട്ടുകാരോ ആരും അറിയാതെ അവരുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഡിസംബർ 23-ാം തീയതി ആളുടെ കോഫി പ്ലാന്റേഷനിലോട്ട് ആൾ സുമതിയെ വിളിക്കുന്നത്. എന്നത്തെയും പോലെ സുമതി നേരെ അങ്ങോട്ട് എത്താണ്. അവരവരുടേതായിട്ടുള്ള പ്രൈവറ്റ് ടൈമും കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യായിരുന്നു. അതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സുമതിയുടെ ഫോൺ തുരുതുരാ റിങ് ചെയ്യാനായിട്ട് തുടങ്ങി. സുമതി ആണെന്നുണ്ടെങ്കിൽ ആൾ കോള് അറ്റൻഡ് ചെയ്യുന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വെങ്കടേഷ് അത് ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ വെങ്കടേഷിൻ്റെ അടുത്ത് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം ഇവർ പറഞ്ഞില്ല. അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കായിരുന്നു. അപ്പോൾ ഫോൺ വാങ്ങിയിട്ട് ഇത് ആരാണെന്ന് നോക്കാനായിട്ട് വെങ്കടേഷ് ശ്രമിക്കുകയാണ്. അപ്പോൾ ഒരു ഫോൺ ലോക്ക് ചെയ്തു, പാസ്വേഡ് ചോദിച്ചിട്ട് അതും പറഞ്ഞു കൊടുത്തില്ല. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഇവർക്കിടയിൽ ആ ഒരു സമയത്ത് ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാവുകയാണ്. അങ്ങനെ വെങ്കടേഷ് കരുതിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, തൻ്റെ അടുത്ത് മാത്രമല്ലാതെ വേറെയും പല പുരുഷന്മാരുമായിട്ട് ഇവൾക്ക് ബന്ധമുണ്ടെന്നുള്ളൊരു തരത്തിലായിരുന്നു. എന്നാൽ ആൾ ചിന്തിക്കാത്തൊരു കാര്യം ഉണ്ടായിരുന്നു, സ്വന്തം ഹസ്ബൻഡിനെ ചതിച്ചിട്ടാണ് ആളുടെ ഒപ്പം വന്നതെന്നുള്ളൊരു കാര്യം. എന്നാൽ തന്നെ കൂടാതെ വേറെയും കാമുകന്മാർ തൻ്റെ കാമുകിക്ക് ഉണ്ട് എന്നുള്ളൊരു കാര്യം ആൾക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഇവർക്കിടയിൽ വല്ലാത്ത രീതിയിലുള്ളൊരു ആർഗ്യുമെൻ്റ് അവിടെ ഉണ്ടാവുകയാണ്. അപ്പോൾ അതിൻ്റെ അവസാനം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീയുടെ ഷോൾ എടുത്തു കഴിഞ്ഞിട്ട് ആ സ്ത്രീയുടെ കഴുത്ത് ഞെരിച്ച് അവിടെ വെച്ച് തന്നെ ആൾ കൊലപ്പെടുത്തുകയായിരുന്നു. ഈ ഒരു കൊലപാതകം നടന്നതിന് ശേഷം ഇനി ഇതെന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചായി ആളുടെ ചിന്ത. അപ്പോൾ ഈ ഒരു കൊലപാതകം ഡൈവേർട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തൻ്റെ അടുത്തോട്ട് ഇത് വരാനായിട്ടുള്ള സാധ്യതയില്ല എന്നുള്ളൊരു കാര്യം ആൾക്ക് തോന്നുകയാണ്. അങ്ങനെ ആ ഒരു സ്ത്രീയുടെ കഴുത്തിലുണ്ടായിരുന്ന താലിമാല ഇയാൾ ഊരിയെടുക്കുകയാണ്. പിന്നെ ഈ ഒരു സ്ത്രീക്ക് ഓൾറെഡി വേറെ പല പുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾ മാത്രമായിരിക്കും ഞാൻ.
അപ്പോൾ എന്തായാലും ഡയറക്റ്റായിട്ട് പോലീസുകാർ എൻ്റെ അടുത്തോട്ട് വരില്ല, പല പല ആളുകളെ ക്വസ്റ്റ്യൻ ചെയ്ത് എൻ്റെ അടുത്തോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് നൈസായിട്ട് നുണ പറഞ്ഞിങ്ങനെ എസ്കേപ്പ് ആവാനായിട്ട് പറ്റുമെന്നുള്ളൊരു തോട്ടിലായിരുന്നു വെങ്കിടേഷ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ആൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാപ്പിക്കുരുവും കാര്യങ്ങളൊക്കെ കയറ്റുന്ന വലിയ ചാക്കില്ലേ, ആ ഒരു ചാക്കിൽ ഈ ഒരു സ്ത്രീയുടെ ബോഡി ആക്കുകയായിരുന്നു. അതിനുശേഷം അന്ന് രാത്രി തന്നെ നേരെ ഏർക്കാടുള്ള കുപ്പന്നൂർ ഘാട്ട് റോഡിൻ്റെ അവിടെ പോയി എന്നിട്ട് ആ ഒരു കൊക്കയുടെ അടിയിലോട്ട് ഈ ഒരു ചാക്ക് ഇടുകയും ചെയ്തു. ആ ഒരു ബോഡി അവിടെ കിടന്നിങ്ങായിട്ട് ഡീകമ്പോസ് ആയി പോകുന്നു, ഇതിനെക്കുറിച്ച് വേറെ പുറത്താരും അറിയില്ല എന്നുള്ളൊരു തോട്ടിലായിരുന്നു ആൾ ആ ഒരു ബോഡി അവിടെ കൊണ്ടുപോയി ഡംപ് ചെയ്തത്. എന്നാൽ ഒരു 3-4-5 ദിവസം കഴിഞ്ഞപ്പോൾ ആ ഒരു ബോഡി അഴുകി തുടങ്ങിയ സമയത്ത് സ്മെല്ലും കാര്യങ്ങളൊക്കെ നാട്ടുകാർക്ക് ലഭിക്കുകയാണ്. അങ്ങനെയാണ് നാട്ടുകാർ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുന്നതും പിന്നീട് ഈ ഒരു ബോഡിയും കാര്യങ്ങളും എല്ലാം തന്നെ റിക്കവർ ചെയ്യുന്നതും. അപ്പോൾ ഇയാൾ ഈ ഒരു ബോഡിയും കാര്യങ്ങളൊക്കെ ഡംപ് ചെയ്തതിന് ശേഷം കൂളായിട്ട് നാട്ടിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഹസ്ബൻഡ് കംപ്ലയിൻറ്റ് കൊടുത്ത വിവരവും കാര്യങ്ങളൊക്കെ അറിയുന്നത്. ആ ഒരു സ്ത്രീ മിസ്സിംഗ് ആണ് എന്നുള്ളതും അതേപോലെ തന്നെ നാട്ടുകാരൊക്കെ അന്വേഷിക്കുന്നുണ്ടെന്നുള്ളതൊക്കെ ഇയാൾ അറിയാണ്. അങ്ങനെ ഇയാളുടെ അടുത്ത പ്ലാൻ വർക്കൗട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാഴ്സലിൻ്റെ കാര്യമായിരുന്നു. അതായത് സേലത്ത് നിന്ന് ഇതേപോലെ തന്നെ ബസ്സിലൊരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി എൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുതരാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ ഒരു താലിമാല കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ താലിമാല കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും തൻ്റെ വൈഫ് ഓടിപ്പോയതാണ്, എന്നിട്ട് വേറൊരാളുടെ കൂടെ ജീവിക്കുകയാണ്. ഇനിയിപ്പോൾ നിൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരിക്കാം താലിമാല കൊടുത്തയച്ചത് എന്നുള്ളൊരു തോട്ടിലാൾ എടുക്കുമെന്നുള്ളതായിരുന്നു വെങ്കിടേഷ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഷൺമുഖൻ ചിന്തിച്ചത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, താലിമാല എനിക്ക് കിട്ടി, എൻ്റെ അടുത്ത് ജീവിക്കാനായിട്ട് താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കും താലിമാല അയച്ചത് എന്നുള്ളത് മാത്രമായിരുന്നില്ല. ഇത്രയും ദിവസമായിട്ടും സുമതി എന്നെ വിളിച്ചിട്ടില്ല, ഇങ്ങനെയുള്ളൊരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്നെ വിളിച്ച് പറയാം. അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇയാളും സുമതിയുടെ ഫോണിലോട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കണക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു ദിവസം വെങ്കടേഷ് എന്ന് പറയുന്ന ഒരു പയ്യനെ വിളിച്ചിങ്ങായിട്ട് ഇങ്ങനെയുള്ളൊരു കാര്യം പറഞ്ഞ് തൻ്റെ അടുത്ത് കൊണ്ടുതരാൻ പറയുന്നതിൽ എന്തൊക്കെയോ ഒരു മിസ്സിംഗ് ഇല്ല എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് ആൾ നേരെ തന്നെ ഇതുകൊണ്ട് പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നതും അതേപോലെ തന്നെ വെങ്കടേഷിന് സംശയം ഉണ്ടെന്നുള്ള കാര്യം പറയുന്നതും പിന്നീട് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യലിൽ ഇതെല്ലാം തന്നെ മനസ്സിലാകുന്നതും. അങ്ങനെ അവസാനം യഥാർത്ഥത്തിൽ സുമതിക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളത് പോലീസുകാർ കണ്ടെത്തുകയായിരുന്നു. വെങ്കടേഷിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആളിപ്പോൾ ജയിലിലാണ്. ഈ ഒരു കേസും കാര്യങ്ങളും എല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റിയൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.